Come on, boss. Come on. Come on. അമ്മായി ദാ എന്റെ അനിയത്തി വിവാഹം കഴിഞ്ഞ് ആദ്യമായി ഭർത്താവിനോടൊപ്പം ഈ തറവാട്ടിലേക്ക് കയറി വന്നിരിക്കുക. നിലവിളക്കെടുത്ത് അവരെ ഐശ്വര്യമായിട്ട് അകത്തേക്ക് സ്വീകരിക്കൂ. മായേ, ഈ തറവാട്ടിലെ ആദ്യത്തെ വിവാഹം ഇങ്ങനെയായതിൽ എനിക്കൊരല്പം ദുഃഖമുണ്ട്. സാരമില്ല, ഇഷ്ടപ്പെട്ട പുരുഷനെ തന്നെ നിനക്ക് കിട്ടിയില്ലേ? ഭാഗ്യവതിയാ നീ. രാമൻകുട്ടി എന്നും നല്ലൊരു ഭർത്താവായിരിക്കും, അല്ലേ രാമൻകുട്ടി? അയ്യോ പിന്നെ ചേച്ചി അതിഭാഗ്യവതിയല്ലേ, എത്ര നല്ല അന്യനാ കിട്ടിയിരിക്കുന്നത്. അപ്പോ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആണ്. ഈ ഫുഡിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യണ്ടേ? സെക്രട്ടറി, രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ നാളത്തെ പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ ഓക്കെ. എക്സ്ക്യൂസ് മീ, സോറി, എ സി ഇല്ല ഇവിടെ? ബോസിന് എ സി കിടന്നാലേ ഉറക്കം വരുള്ളൂ. പിന്നെ കുളിക്കാൻ ഹോട്ട് വാട്ടർ വേണം, കുടിക്കാൻ കൂൾ ഡ്രിങ്ക്സ് വേണം, നീന്തി കുളിക്കാൻ സ്വിമ്മിംഗ് പൂള് വേണം. പിന്നെ ബോസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ ചിയാമയായിരിക്കും. പിന്നെ ബോസ് കഴിക്കുന്ന ഫുഡ് വരെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാവൂ, ഇല്ലേ ബോസ്? ഓഫ് കോഴ്സ്. വേർ ഈസ് കിച്ചൻ? മായേ, രാമൻകുട്ടിയോട് എനിക്കല്പം തനിച്ച് സംസാരിക്കണം. ഓ, അതെന്താ ചേച്ചി? ചേച്ചിക്ക് എന്നോട് എപ്പോ വേണമെങ്കിൽ സംസാരിക്കാമല്ലോ, അല്ലേ മയെ? സോപ്പിട്ട് നീ നന്നായിട്ട് പതപ്പിച്ചോടാ. അധികകാലം നീ പതപ്പിക്കുകയല്ല. ആവശ്യമുള്ള പണം നിനക്ക് എഴുതിയെടുക്കാം, പക്ഷെ ഒന്നേ വേണ്ടു, മായയുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നീ മാറിത്തരണം. അതെങ്ങനെയാ ചേച്ചി? അവളിപ്പോ എന്റെ ഭാര്യയല്ലേ. ഒരു ഭർത്താവിന് എങ്ങനെയാ ഭാര്യ ഉപേക്ഷിക്കാൻ പറ്റുന്നത്? കല്യാണം കഴിക്കാത്തോണ്ടാ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു. രാമൻകുട്ടി ഓവർ സ്മാർട്ട് ആകണ്ട. കൂടുതൽ നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ, യെസ് ഓർ നോ. ഈ ഒരു ചെക്ക് ലീഫ് കൊണ്ട് മാത്രം അവസാനിപ്പിക്കാവുന്നതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം? നമുക്ക് ഒരുപാട് കണക്കുകളുടെ കഥ പറയാനില്ലേ? എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശമാണെന്ന് കരുതിക്കോ. ഈ പുത്തൂരും തറവാട്ടിൽ നിന്റെ ഉദ്ദേശങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഉടനെ ഇവിടുന്ന് ഇറങ്ങി തന്നേ പറ്റൂ. അതെങ്ങനെ സാധിക്കാനാ? ഇതെന്റെ ഭാര്യ വീടല്ലേ. ഈ ഭാര്യ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാല് അതൊരു സുഖം തന്നെയല്ലേ. ഒരു ടെൻഷനും ഇല്ലാത്ത നല്ല സുഖമായ ജീവിതം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രങ്ങള്, സ്നേഹിക്കാൻ നല്ലൊരു ചേച്ചി. എന്താ ഒരു സുഖം! പരിഹസിക്കാണോ? അല്ല, പരിതപിക്ക. ദുർഗാദേവിയുടെ ഈ അവസ്ഥ കണ്ടു. ഇപ്പോ ആർക്കാരുടെ മുമ്പിൽ യാചിക്കേണ്ടി വന്നു? നിങ്ങൾ ഇനിയും എന്റെ കാൽച്ചുവട്ട് വരും. എല്ലാം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വേണ്ട, ആണുങ്ങളുടെ കൈയുടെ കരുത്ത് നീ ഇതുവരെ കണ്ടിട്ടില്ല. ആണും പെണ്ണും കെട്ടവന്മാരെ കണ്ടിട്ടുണ്ട്. പറയുന്ന അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നീ താലി കെട്ടിയ നിന്റെ മായെ കൊണ്ട് തന്നെ നിന്നെ ഇവിടുന്ന് ഞാൻ അടിച്ചിറക്കിക്കും. എന്താ ഇത്? രണ്ടാളുടെ സംസാരം തീർന്നില്ലേ? അതെ, ചേച്ചി എന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഞാൻ മായോട് പറയട്ടെ? എന്താ ചേച്ചി കാര്യം? പറയട്ടെ, പറയാൻ പോവാ. പറയട്ടെ. ചേച്ചിയെ എനിക്ക് ഒരു പോക്കറ്റ് മണി തന്നു. ഇപ്പോൾ സമയം 11 o'clock. 11 o'clockന് വാക്യത്തിൽ പ്രയോഗിക്കാം. സോറി, ചെക്കോസ്ലോവാക്കിൽ നിന്ന് മാനേജർ വിളിക്കും. 11:30 നമ്മളെ ബാലരമ വായിക്കുന്ന സമയമാണ്. 11:35 വീഡിയോ ഗെയിം കളിക്കുന്ന സമയമാണ്. 11:35 to 85. 85? No, 99. Boss, come on. Beat again. ഇനി ഞാൻ അളിയാന്ന് വിളിക്കൂല, വിളിക്കൂ. ഇത്രയൊക്കെ ചെയ്യാൻ എവിടെ ധൈര്യം കിട്ടി? കള്ള, എന്റെ പെങ്ങളെ വളച്ചെടുത്തല്ലേ? ആരാ നിന്റെ അളിയെന്ന്? കുറെ നേരമായി ഞാൻ സഹിക്കുന്നു. അവര് കെട്ടിപ്പിടുത്ത ഉമ്മ വയ്ക്കൽ നക്കലും. എടാ, ഞാൻ നിന്റെ ആരാ? ഭാര്യയുടെ ആങ്ങള. ഭാര്യയുടെ ആങ്ങളയോ? ഞാൻ നിന്റെ മൂത്ത പെങ്ങളെ ഭർത്താവാ, മനസ്സിലായോ? അതായത് അച്ഛനില്ലാത്ത നിനക്ക് അച്ഛന് തുല്യമാ, മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ നീ എന്താ വിളിക്കേണ്ടത്? അച്ഛാന്ന്. എടാ, ഇന്ന് മുതല് ഈ വീട്ടിലെ കാരണവർ ഞാനാ, മനസ്സിലായോ? അതായത് ഈ വീട്ടിലെ ഏറ്റവും മൂത്ത മരുമകൻ. ഇനി ഈ വീട്ടില് ഞാൻ പറയുന്ന പോലെ നടക്കൂ, മനസ്സിലായോ? സമയം ഒരുപാടായി. പോകൂ, ഉറങ്ങൂ.
അച്ഛാ അല്ല എന്ത് വേഷായത്? എങ്ങനെയുണ്ട്, കൊള്ളാമോ? മുറ്റത്തേക്ക് ഇറങ്ങി നിന്നാല് വീടിന് കണ്ണു കിട്ടും. കളിയാക്കണ്ട. എന്താ ഇത്? പാല്. ഓ, ഡെയിലി പാല് കുടിക്കൂ? അതാ ഇങ്ങനെ ഗുണ്ടായിട്ടിരിക്കുന്നത്. അയ്യോ, എനിക്കല്ല, പിന്നെ? രാമേട്ടനാ. എനിക്കോ? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? അയ്യോ, ഓർമ്മിപ്പിച്ച് നന്നായി. ഇല്ലെങ്കിൽ വ്രതം തെറ്റിയനെ. വ്രതോ? പിന്നെ കല്യാണത്തിന് ശേഷം 41 ദിവസം വ്രതം എടുത്തോളാന്ന് വഴിപാടിന് അവതരിക്കല്ലേ? എന്തിന്? നമുക്കുണ്ടാകുന്ന കുട്ടികള് ബധിരരോ മൂകരോ ഒന്നും ആകാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് പാല്, മുട്ട, ഇറച്ചി, മീന്, പിന്നെ സ്ത്രീ സമാഗമം ഒന്നും പാടില്ല. നമ്മുടെ ഫസ്റ്റ് നൈറ്റ്? അതൊക്കെ 41 ദിവസം കഴിഞ്ഞ് എല്ലാം നല്ലതിന് വേണ്ടിട്ടല്ലേ. എനിക്ക് ഗുഡ് നൈറ്റ്. ഞാനിവിടെ മാറിക്കിടന്നോളാം. തിരിഞ്ഞു കിടന്നേ. തിരിഞ്ഞു കിടക്കോ. അയ്യോ, രാമേട്ടാ, എന്താ ഇത്? രാമേട്ടന്റെ വ്രതോ? വ്രതമൊന്നും സാരമില്ലത്. അപ്പൊ നമ്മുടെ കുട്ടി? നല്ല കുട്ടിയായിരിക്കും. നമ്മുടെ കുട്ടി ഓ അയ്യോ, രാമൻകുട്ടി എന്തായി കാണിക്കണേ? ബോസ് ഒന്നും കാണിച്ചില്ലല്ലോ. ഇത് ചേച്ചിയുടെ സീറ്റാ. ചേച്ചി അല്ലാതെ ഇവിടെ ആരും ഇരിക്കുന്ന ചേച്ചിക്ക് ഇഷ്ടമല്ല. ചേച്ചി കണ്ടാൽ എന്താ ഉണ്ടാവുമെന്നറിയോ? എന്താ മൂക്ക് കേട്ടു? ഇനി മുതൽ ഈ വീട്ടിൽ ആരെവിടെ ഇരിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ രാമൻകുട്ടി തീരുമാനിക്കും, അല്ല ചേച്ചിയല്ല. എന്താ രാമൻകുട്ടി പറയണത്? മലയാളം, പച്ച മലയാളം. അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവും? ചേച്ചി രാമേട്ടൻ അവിടെ ഇരുന്നോട്ടെ, ഇപ്പൊ വലിയ ചൂടില്ലല്ലോ. ചോറ് വിളമ്പിക്കോട്ടെ. വെളുപ്പിക്കോ. നല്ല ടേസ്റ്റ് ഈ കറിക്ക്. താങ്ക് യു. ഇതാരുണ്ടാക്കിയതാണ്? അത് ഈ കുട്ടി ഉണ്ടാക്കിയതാ. ഈ കുട്ടി ഉണ്ടാക്കുന്ന എല്ലാത്തിനും നല്ല ടേസ്റ്റാ. സെക്രട്ടറി, കുറച്ചുകൂടെ വിളമ്പൂ. ആയിക്കോട്ടെ. വിളമ്പൂ. എന്ത് വൃത്തിയാണ് നീ കാണിച്ചത്? അസത്തെ. കൂൾ ഡൗൺ മാഡം, കൂൾ ഡൗൺ. പാവം സർവന്റ്, ഒരു അബദ്ധം പറ്റിയതല്ലേ. ഇരിക്കേ മാഡത്തിന് ഞാൻ വിളമ്പി തരാം. പറഞ്ഞാ പോരെ, ഞാൻ വിളമ്പി തരൂല്ലേ? അയ്യോ, നീ എന്തെന്നേ കാണിച്ചേ? എടാ, സദാശിവ, എന്താ ഇത്? നിന്നോട് ആര് പറഞ്ഞു ഈ വേഷം ഇട്ട് ഇവിടെ നിൽക്കാൻ? ഒക്കെ രാമൻകുട്ടി ചെയ്ത പണിയാ. ഇന്നലെ എന്നെ കൈക്കോട്ടുകൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു, ഇന്ന് എന്നെ കൈ കൊണ്ടടിച്ചു. എന്നിട്ട് വേഷം ഇടിവിച്ച് എന്നെ നിർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു മാഡത്തിന് തരാൻ വേറൊരു വേഷം തയ്പ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതെന്ത് വേഷം? പിശാചിന്റെ വേഷം. റാസ്കൽ. ചേച്ചി ചേച്ചി, അവൻ എന്നെ തല്ലി. ആര്? ആ രാമൻകുട്ടി, മായയുടെ ഭർത്താവ്. നിന്നോടാരാ ഈ ജോലി ചെയ്യാൻ പറഞ്ഞേ? രാമൻകുട്ടി സാറ്. ആരാടി നിന്നൊക്കെ ഈ ജോലി ഏൽപ്പിച്ചത്? രാമൻകുട്ടി സാറാ. അമ്മായി, എന്തായി കാണിക്കുന്നത്? എന്നാലും മോളെ, എനിക്ക് ഈ ഗതി വന്നില്ലേ. ഇന്നലെ വരെ ഞാനൊരു കർച്ചീപ്പ് പോലും കഴുകാത്തല്ലേ മോളെ. കണക്കിന് പോയി അവന്റെ ഉടുതുണി പോലും ഞാൻ കഴുകേണ്ടി വരില്ലേ മോളെ. എവിടെയവൻ? രാമൻകുട്ടി!